പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. 2024 ആണ്ട് ഫെബ്രുവരി മാസം 11 തീയതി ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിനത്തോട് അനുബന്ധിച്ച് തിരുസഭാ മാതാവ് 32ാം ഔദ്യോഗിക രോഗി ദിനം ആചരിക്കുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനത്തിലൂടെ ദൈവത്തോടും സഹോദരങ്ങളോടും ഐക്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥ സൗഖ്യത്തിലേക്ക് കടന്നു വരാൻ തിരുസഭാ മാതാവ് ആഹ്വാനം ചെയ്യുന്നു. എല്ലാ രോഗികൾക്കും രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നതോടൊപ്പം ലൂർദ് മാതാവിനെ നമുക്ക് സമ്മാനിക്കുവാൻ ഉപകരണമായ വിശുദ്ധ ഭരണതീത്ത താപസിക ജീവിതത്തിലൂടെയും സഹന ശുശ്രൂഷയിലൂടെയും ജീവിച്ചിരിക്കുന്ന കാലത്തും തുടർന്നും ലോകം മുഴുവനും അനുഗ്രഹമായതുപോലെ ദൈവത്തിൻ്റെ പ്രതിനിധികളായി സഹന ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാവർക്കും ഈ ദിനത്തിൽ ശക്തി ആശംസിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യ സക്രാരിയുമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥത്തിലൂടെ സൗഖ്യമായും സൗഖ്യ ശുശ്രൂഷയുടെ കൃപയായും നിങ്ങളിൽ നിറയട്ടെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.